ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ആഡ്സ് ഹൈറാർക്കി, ഗൂഗിൾ ആഡ്സിൻ്റെ ഹൈറാർക്കിയും അക്കൗണ്ട് ഗ്രൂപ്പ്സ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഓരോ അക്കൗണ്ടിൻ്റെ അണ്ടറിലും നമ്മൾ എന്ത് ചെയ്യും, ക്യാമ്പയിൻസ് ആണ് റൺ ചെയ്ത് നമ്മൾ പഠിച്ചു. 8 ക്യാമ്പയിൻസ് ഉണ്ട്, 8 ടൈപ്പ് ക്യാമ്പയിൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരു ക്യാമ്പയിൻ ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. അതിൻ്റെ അണ്ടറിലായിരിക്കും ആഡ്സ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പം ഈ ക്യാമ്പയിൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആഡ് ഗ്രൂപ്പാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. ആഡ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഷോറൂമിൻ്റെ ആണ് നമ്മളൊരു ആഡ് റൺ ചെയ്യുന്നതെങ്കിൽ ആ ഷോറൂമിൻ്റെ ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്യുന്നവർ കാണും. ഇപ്പം ഹോണ്ടയുടെ ആണ്, ഹോണ്ടയുടെ ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്യുന്നവർ കാണും. അതുപോലെ അതിൻ്റെ സെയിൽസിനെ പറ്റി, അതായത് ന്യൂ വണ്ടിയുടെ ഓഫർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കീവേഡ്സ് സെർച്ച് ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ സർവീസിനെ പറ്റി റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ മൂന്നിനെ പറ്റിയും, അപ്പോൾ ഓരോന്നിനും ഓരോ ആഡ് ഗ്രൂപ്പ് ആക്കണം. ഇപ്പം ബ്രാൻഡിനെ ആണെങ്കിൽ നമ്മൾ ആ കീവേഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് ആ ബ്രാൻഡിനെ പറ്റിയുള്ള ആഡായിരിക്കണം കാണിക്കേണ്ടത്. സർവീസിനെ പറ്റിയാണെങ്കിൽ സർവീസിൻ്റെ കീവേഡ്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമർ സർവീസിൻ്റെ ആഡായിരിക്കണം കാണിക്കേണ്ടത്. സെയിൽസിൻ്റെ കീവേഡ്സ് യൂസ് ചെയ്ത് ന്യൂ ഓഫറും ന്യൂ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസും ആണ് അറിയേണ്ടതെങ്കിൽ അവർക്ക് ആ ഒരു ആഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ കീവേഡ്സ് ആഡ് ചെയ്ത് അവർക്ക് അത് അനുസരിച്ചുള്ള ആഡായിരിക്കണം നമ്മൾ റൺ ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടൊയോട്ടയുടെ ഒരു ബ്രാൻഡിനെ പറ്റി സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു കീവേഡ് ഉണ്ടോ, ഇത്രയും കീവേഡ്സ് ആയിരിക്കും അവർ സെർച്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ബ്രാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ ആയിരിക്കണം ആ കസ്റ്റമർ കാണേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള ആഡായിരിക്കണം നമ്മൾ കാണിക്കണം. അതൊരു ആഡ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ സെയിൽസിൻ്റെ ഒരു ആഡ് ഗ്രൂപ്പ് നമ്മൾ ഈ കേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ സെയിൽസിൻ്റെ ആഡ് നോക്കുന്ന കസ്റ്റമർ എന്താ കാണുന്നത്, ബൈ എ കാർ, ന്യൂ കാർ ഓഫേഴ്സ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ന്യൂ കാറിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കസ്റ്റമറിന് അങ്ങനെയുള്ള നമ്മളൊരു ആഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ കീവേഡ്സ് എല്ലാം അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ആഡ് നമ്മൾ റൺ ചെയ്യും. അപ്പോൾ ആ കീവേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആഡായിരിക്കണം അവിടെ കാണിക്കേണ്ടത്. എങ്കിലും നമുക്ക് എഫക്റ്റീവായിട്ടൊരു കസ്റ്റമറിന് അവർ സെർച്ച് ചെയ്യുന്നതനുസരിച്ചുള്ള ആഡ് കാണിച്ചു കൊടുക്കാനും ഒരു റിസൾട്ട് നമുക്ക് കിട്ടാനും സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ സർവീസിൻ്റെ കാര്യങ്ങളാണ്, ഒരു റീപ്ലേസ് ബാറ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു കസ്റ്റമർ നോക്കുന്നത്, അല്ലെങ്കിൽ സർവീസിന് ഓഫറിനെ പറ്റിയാണ് നോക്കുന്നത്. അങ്ങനെയുള്ള കീവേഡ്സ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഒരു ആഡ് ഗ്രൂപ്പായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആഡ് നമ്മൾ കാണിക്കും. അപ്പോൾ അതിന് ഒരു പ്രത്യേക കുറച്ച് കീവേഡ്സ് ഉണ്ടാവും, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതിനെ ഒരു ആഡ് ഗ്രൂപ്പാക്കി മാറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്രാൻഡ്, സെയിൽസ്, സർവീസ്, അങ്ങനെ 3 ആഡ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ആഡ്സ് ആയിരിക്കും നമ്മൾ കറക്റ്റായിട്ട് റൺ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതെനിക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലധികം ബിസിനസ്സുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ആഡ് മാനേജർ കാണും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനും, ഓരോ ബ്രാഞ്ച് ബിസിനസ്സിനും ഓരോ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് കാണും. ഓരോ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൻ്റെ അണ്ടറിലും ക്യാമ്പയിൻസ്, ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്യാമ്പയിൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ക്യാമ്പയിൻ 1, ക്യാമ്പയിൻ 2, എത്ര ക്യാമ്പയിൻ വേണമെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ അണ്ടറിൽ നമുക്ക് റൺ ചെയ്യാം. അതിൻ്റെ അടിയിലായിരിക്കും ആഡ് ഗ്രൂപ്പ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സർവീസിൻ്റെ കേസ്, സെയിൽസിൻ്റെ കേസ്, ബ്രാൻഡിൻ്റെ കേസ്, അങ്ങനെയുള്ള നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. ഓരോ കീവേഡ്സ് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഓരോ ആഡ് ഗ്രൂപ്പിൻ്റെ അകത്ത് എന്തുണ്ടാവും, കീവേഡ്സ് ഉണ്ടാവും. ഏത് കീവേഡ്സ് സെർച്ച് ചെയ്യുമ്പോൾ ഏത് ആഡ് കാണിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഈ ആഡ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. എങ്കിലേ എഫക്റ്റീവായിട്ട് നമുക്കൊരു കസ്റ്റമറിനെ ഈ ഗൂഗിൾ ആഡ്സ് കാണിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല ഗൂഗിൾ ആഡ്സ് ചെയ്യാനായിട്ട് പറ്റൂ. താങ്ക് യു സോ മച്ച്.